ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ. ഇന്നത്തെ അതിഥി വിഷുദിന സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ഗ്രാമവഴികളിലൂടെ എഴുത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ കടന്നു വന്ന ഒരു യുവ എഴുത്തുകാരിയാണ് ബേബി കാർത്തിക. ഒരു അധ്യാപിക കൂടിയാണ് ബേബി കാർത്തിക. അവരെ നമുക്ക് പരിചയപ്പെടാം, കൂടുതൽ വിശദമായി ചോദ്യങ്ങൾ ചോദിക്കാം. നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ വിശ്വാസംസകൾ നേരുകയാണ്. താങ്ക് യു. സെയിം ടു യു. ഈ ഒരു എഴുത്തിലോട്ടുള്ള കടന്നുവരവ് എങ്ങനെയായിരുന്നു? നമുക്ക് വിഷുവിലോട്ടൊക്കെ പിന്നീട് പോകാം. 40ഓളം കഥകൾ എഴുതിയിട്ടുണ്ട് ഈ യുവ എഴുത്തുകാരി ബേബി കാർത്തിക. എങ്ങനെയായിരുന്നു ആ ഒരു എഴുത്തിലോട്ടുള്ള കടന്നുവരവ്? എഴുത്തെന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിൽ തന്നെ എഴുത്ത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. കാരണം കഥകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു എൻ്റെ അമ്മ. അമ്മക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല. പിന്നീട് സാക്ഷരതാ ക്ലാസ്സിലൊക്കെ പോയി പഠിച്ചെങ്കിൽ പോലും ആ സമയത്ത് അമ്മക്ക് അറിയാത്തത് കൊണ്ട് അമ്മക്ക് ഈ കഥകൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടും അടുത്ത് വീട്ടിൽ നിന്ന് നമുക്ക് അങ്ങനെ വലിയ സാമ്പത്തിക സ്ഥിതിയൊന്നും ഇല്ലാത്തൊരു കാരണം കൊണ്ട് തന്നെ അങ്ങനെയൊന്നും പിന്നെ മനോരമ, മംഗളം അങ്ങനെയൊന്നും വാരികളൊന്നും വീട്ടിൽ വരുത്താറില്ല. പക്ഷെ അടുത്ത വീട്ടിൽ ഒരുപാട് വാരികളും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ പോയി അവിടെ നിന്ന് ചിത്രഭൂമി, ഇങ്ങനത്തെ മനോരമയാണ് മെയിൻ. അപ്പോൾ അതിൽ ഏകദേശം ഒരു 8ഓളം കഥകൾ തുടർച്ചയായിട്ട് വരുന്നതുണ്ട്. പക്ഷെ അതിലൊരു 4 കഥകളെങ്കിലും ഞാൻ എന്തായാലും നമുക്ക് ഒരാഴ്ചയിൽ വായിച്ച് കേൾപ്പിക്കും. അപ്പോൾ ആ കഥകൾ എന്ന് വെച്ചാൽ എൻ്റെ മനസ്സിലിങ്ങനെ അത്ര ഇങ്ങനെ കുട്ടികൾ വായിക്കേണ്ട കഥകളല്ല എങ്കിൽ പോലും എന്നാലും കുഴപ്പമില്ലാതെ ആ കഥകളൊക്കെ എൻ്റെ മനസ്സിൽ ഒരു എന്താ പറയുക ഒരു ഊർജ്ജമായിരുന്നു. പക്ഷേ ആ സമയം കഴിഞ്ഞ് വീട്ടിൽ ഞങ്ങൾ 2 പെൺമക്കളായിരുന്നു. അപ്പോൾ അമ്മക്കും അച്ഛനെന്ന് പറഞ്ഞാൽ ഒരു 90s കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് പെൺകുട്ടികൾക്ക് ഒരുപാട് എല്ലാ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളത്. ആ സമയത്ത് അവരുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് കല്യാണം കഴിപ്പിച്ച് വിടുക, അവരുടെ ഒരു ഉത്തരവാദിത്വം കൂടിയാണല്ലോ. അപ്പോൾ ശരിക്കും ഒരു 18 വയസ്സാകുന്ന സമയത്ത്, അതായത് ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ ആവുന്ന സമയത്ത് തന്നെ, ഫസ്റ്റ് ഇയർ കുറച്ച് ഞാൻ ക്ലാസ് പോയായിരുന്നു, പക്ഷെ കല്യാണം കഴിഞ്ഞു. അപ്പോൾ കല്യാണം കഴിച്ചിട്ട് തന്നെ പഠിപ്പിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിലായിരുന്നു ആ സമയത്ത്. ഒരു ടീച്ചർ ആവണം എന്നുള്ളത് എൻ്റെ ഒരു അംബീഷൻ കൂടിയാണ്. അപ്പോൾ അങ്ങനെ കല്യാണം കഴിഞ്ഞ് അവരുടെ വീട്ടിലെത്തി കഴിഞ്ഞപ്പം പിന്നെ അവിടുത്തെ സാഹചര്യം കൊണ്ട് എനിക്ക് തുടർന്ന് പഠിക്കാൻ വേണ്ടി പറ്റിയില്ല. ഒരു ദിവസം കോളേജിൽ പോയി, പിന്നെ വേണ്ട, നമുക്കത് വേണ്ട, പഠിച്ചിട്ടില്ല, ആ ഒരു ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, നമുക്കിവിടെ കഴിയാനുള്ളത് ഉണ്ടല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു അവർക്ക്. അപ്പോൾ അങ്ങനെ അവിടെ പഠനം നിന്നു വെച്ചാൽ അക്ഷരങ്ങളില്ലാത്തൊരു 6 വർഷം. അത് വല്ലാത്തൊരു എന്താ പറയുക, നമുക്ക് വിചാരിക്കാൻ കൂടി പറ്റാത്തൊരു വർഷമായിരുന്നു അത്. അപ്പം അങ്ങനെ 6 വർഷങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും മോളെ അംഗൻവാടിയിൽ കൊണ്ടുവിടും. രാവിലെ അംഗൻവാടി കൊണ്ടുവിടും, വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക്. അപ്പം ആ സമയത്ത് ഞാൻ മോളെയും കൂട്ടി വരുന്ന സമയം, രാവിലെ പോകുമ്പോഴാണെങ്കിലും കുട്ടികളിങ്ങനെ സ്കൂളിൽ പുസ്തകമൊക്കെ പിടിച്ച് പോകുന്നുണ്ടാവും. അതേപോലെ തിരിച്ചു വരുമ്പോൾ അവർ എങ്ങനെ പോകുന്നു. അപ്പം എനിക്ക് വീണ്ടും തോന്നി എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണമായിരുന്നു. എൻ്റെ ആ ഒരു ആഗ്രഹം ഇപ്പോഴും ബാക്കി തന്നെയാണ്. അപ്പം അങ്ങനെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അന്ന് വൈകുന്നേരം ഞാൻ വന്നിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാൻ വീണ്ടും ഒന്ന് പഠിച്ചോട്ടെ. പിന്നെ അങ്ങനെ പറയുന്ന സമയത്ത് ഹസ്ബൻഡ് എന്താ പറയുക, പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ പിന്നെ മോക്കൊരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു മോളാണ് ആ സമയത്തുള്ളത്, കാവ്യ എന്നാണ് അവളുടെ പേര്. അപ്പോൾ ഓക്കെ, അതൊക്കെ ഞാൻ സമ്മതിച്ചു. എന്താ വെച്ചാൽ എങ്ങനെയെങ്കിലും എനിക്ക് പഠിക്കണം, അല്ല മോക്കൊരു കുറവും വന്നിട്ടുമില്ല. അങ്ങനെ എനിക്ക് എവിടുന്ന് തുടങ്ങാന്നുള്ളത് ഒരു ഇതാണ്. എന്താ വെച്ചാൽ അക്ഷരങ്ങൾ പോലും മറന്നൊരു സമയം. അപ്പം ഞാൻ ഫസ്റ്റ് അടുത്തന്നെ കിട്ടുന്നത് ഒരു NTTC, അതായത് പ്രീ പ്രൈമറി ടീച്ചർ ട്രെയിനിങ് കോഴ്സായിരുന്നു. അപ്പോൾ ഞാൻ ആ ട്രെയിനിങ്ങിന് ചേർന്നിട്ട് 1 വർഷം കൊണ്ട് പ്രീ പ്രൈമറി ടീച്ചറായി മാറി. അപ്പോൾ LKG UKG ക്ലാസ്സുകൾക്ക് ആ പിറ്റേത്തെ വർഷം തന്നെ അടുത്തന്നെയുള്ള ഒരു നഴ്സറി സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. 1 വർഷം ഞാൻ ഏകദേശം അവിടെ പഠിപ്പിച്ചു. 1 വർഷമല്ല, ഏകദേശം ഒരു 1.5 വർഷം പഠിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ എന്തോ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് അല്ല. വീണ്ടും പഠിക്കണം, എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ചെയ്യണം. എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് MA BEd ആണ്. താഴെയൊന്നുമല്ല, MA BEd അത്ര വരെ എത്തണം എന്നാണ്. പക്ഷെ കുറേ കഴിഞ്ഞെങ്കിലും അതുതന്നെയാണ് എൻ്റെ ഓർമ്മയിൽ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതവിടെ വിട്ടിട്ട് ഞാൻ ഡിഗ്രിക്ക് ചേരണം. അപ്പോൾ ഡിഗ്രിക്ക് ചേരാൻ വേണ്ടിയിട്ട് ഞാൻ കാസർഗോഡാണ് ലിംബി കോളേജ് ഉള്ളത്. അപ്പോൾ അവിടെ പോയി ചേർന്നു. അവിടെ പോയപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എന്തുകൊണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്ക് അക്ഷരങ്ങൾ എഴുതാൻ പോലും പറ്റുന്നില്ല. ഹിന്ദി അല്ലേ, നമ്മുടെ മാതൃഭാഷയാണെങ്കിൽ നമുക്ക് എന്തും ചെയ്യാം. പക്ഷെ മറ്റത് ഡിഗ്രിക്ക് എനിക്ക് സീറ്റും കിട്ടിയിട്ടില്ല. പ്ലസ് ടുവിന് മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷെ
എന്തുകൊണ്ടോ അത് റെഗുലറായിട്ട് പോകണം. ഇടയ്ക്ക് എല്ലാ ദിവസവും പോകണം എന്നുണ്ടായിരുന്നില്ല. ഇടയ്ക്ക് ക്ലാസ്സിൽ പോയി അങ്ങനെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ്. ഇടയ്ക്ക് പോകും വരും അങ്ങനെയൊക്കെ. ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം മോളുണ്ടല്ലോ വീട്ടിൽ. അങ്ങനെ ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു. വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പം ഈ ഡിഗ്രി കൊണ്ട് ഇതുകൊണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്നാലും അവിടുന്ന് ആ ഒരു വർഷം കഴിയുന്ന സമയത്ത് എനിക്ക് BEd ചെയ്യണമെന്നില്ല. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. എനിക്ക് കിട്ടുകയും ചെയ്തു. ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭയുടെയാണ് ഞാൻ BEd കഴിഞ്ഞിട്ടുള്ളത്. അപ്പം മാംഗ്ലൂരായിരുന്നു സീറ്റ് കിട്ടിയത്. അപ്പം മാംഗ്ലൂർ പോയി. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിൽക്കണം. അപ്പൊ എനിക്ക് മോളെ വിട്ട് നിൽക്കണം. പിന്നെ ഹസ്ബൻഡ് ആണെങ്കിൽ നാട്ടിലില്ല. അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ. ആ സമയത്തൊക്കെ എൻ്റെ അമ്മയുണ്ട്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്തു വെച്ചാൽ BEd കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് തൊട്ടടുത്ത് PG അവിടെ തന്നെ ചെയ്തു. അങ്ങനെ MA BEd കംപ്ലീറ്റ് ആയപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. പിന്നീട് എനിക്ക് PSCയുടെ അവസരങ്ങൾ എന്ന് വെച്ചാൽ ആ സമയം തൊട്ടേ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അധികം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏകദേശം ഒരു 15 വർഷം കണ്ടിന്യൂസ് ആയിട്ട്. എപ്പോഴെങ്കിലും ഒരു മാസത്തില് ലാസ്റ്റ് മന്തൊക്കെ PSC വന്നാൽ അങ്ങനെ പോയിട്ടുള്ളൂ. അതല്ലാതെ കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സമയത്തൊക്കെ എന്തുണ്ട് എഴുത്തുണ്ട്. അതിങ്ങനെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ച് നോക്കും. അത് അവിടെ വെച്ചു. ഒന്നുമില്ല, വീട്ടിലെ കാര്യങ്ങൾ കുട്ടീനെ നോക്കുക. ഹസ്ബൻഡും ഇല്ലല്ലോ. വലിയ ഒരു ലാഗ് വന്നു. പിന്നെ ഒരു വൈകി വന്ന വസന്തം പോലെയാണ് ഞാൻ 5 വർഷം വീട്ടിൽ തനിച്ചായി. എന്ന് വെച്ചാൽ മോള് എഡ്യൂക്കേഷനുമായിട്ട് പുറത്തു പോയി. രണ്ടുപേരും എല്ലാരും പോയി കഴിഞ്ഞപ്പോ ഞാൻ പിന്നെ എന്താ നല്ല ഒരു അവസ്ഥയിലാണ്. ആദ്യത്തെ എനിക്ക് തോന്നുന്നു ഈ ഒരു ലോൺലിനെസ് ആണല്ലേ നമുക്ക് എപ്പോഴും എഴുതാനുള്ള ഒരു ഇത് വരുന്ന. ഒറ്റക്കാവുന്ന സമയത്ത് നമ്മൾ പലതും നമുക്കിങ്ങനെ വരും. എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു പക്ഷി മൃഗാദികളോ എന്തെങ്കിലും ഒരു സങ്കടം ഫീൽ ചെയ്യുമ്പോഴും സന്തോഷം ഫീൽ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മൾ പെന്നും കടലാസും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നത് ആ ഒരു സമയത്താണ്. പിന്നെ ചോദിച്ചോട്ടെ, ഞാൻ ഈ കനൽച്ചൂട്ട് എന്ന ഒരു കഥ എഴുതിയിട്ടുണ്ടായിരുന്നില്ലേ? അതിൽ വീരമലക്കുന്നിനെ കുറിച്ച് ഞാൻ കണ്ടു. എന്താണ് ആ ഒരു പശ്ചാത്തലത്തിൽ ഒരു കഥ എഴുതാനുള്ള കാരണം? അതിന് ഏറ്റവും ഇത് നിൽക്കുന്നത് പ്രകൃതിയോടുള്ള ഒരു സ്നേഹം, പിന്നെ എന്താ കുട്ടികളുടെ കളിസ്ഥലം നഷ്ടപ്പെടുന്നതൊക്കെയാണ് അതിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ അത് എഴുതാനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാല് ഹൈവേ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കുറേ മരങ്ങളും പക്ഷികളുടെ വാസസ്ഥാനവും എല്ലാം നഷ്ടപ്പെട്ടു. അത് ഹൈവേ വികസനം വേണ്ടാന്നല്ല ഞാൻ പറയുന്നത്. ഹൈവേ വികസനം വേണം എങ്കിൽ കൂടി അത് ഫസ്റ്റ് എനിക്ക് ഈ തെക്കിൽ അധികം യാത്രകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് അധികം ഈ തെക്കിൽ ഇതിലേ കൂടെ പോകുന്ന സമയത്തും പിന്നീട് ഞാൻ അങ്ങോട്ട് എപ്പോഴെങ്കിലും യാത്ര ചെയ്യുന്ന സമയത്ത് ഈ വീരമലക്കുന്ന് ഞാൻ കണ്ടിരുന്നു. ഞാനും പലതവണയും ശ്രദ്ധിക്കാറുണ്ട്. മഴക്കാലത്തൊക്കെ നമുക്കൊരു ഭീതി തന്നെയാണ്. അതിൽ കൂടെ പോകുമ്പോൾ, വണ്ടിയിൽ കൂടെ പോകുമ്പോൾ നമുക്കൊരു പേടി തന്നെയാണ്. അങ്ങനെ ഞാൻ അത് കണ്ടിട്ട് പിന്നെ നമുക്കൊരു വിത്തുണ്ടാവുമല്ലോ, ആ വിത്തും ഒക്കെ ചേർത്തുകൊണ്ടാണ് ഞാൻ വീരമലക്കുന്ന് എഴുതിയത്. അപ്പൊ അത് എഴുതി കഴിഞ്ഞിട്ട് ഏകദേശം പത്രത്തിൽ വന്ന ഒരു 6 മാസങ്ങൾക്ക് ശേഷമാണ് വീരമലക്കുന്ന് ഇടിയുന്നത്. അപ്പൊ അതും പിന്നീട് പത്രത്തിൽ വന്നല്ലോ. അതന്നെയാണ് ആ ഒരു എന്താ പറയാ പ്രകൃതിയോടുള്ള ഒരു സ്നേഹം. നമുക്ക് എന്തായാലും മരങ്ങൾ ഉണ്ടാവുന്ന സമയത്താണ് പക്ഷികളും വാസസ്ഥലവും എല്ലാം ഉണ്ടാവണമെങ്കിൽ അത് ഇപ്പൊ നമുക്കത് കൂടുതൽ കൂടി ഈ വെയിലൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ആ പ്രകൃതിയെ അന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ വെയിലൊക്കെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയാണ്. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഗൃഹലക്ഷ്മിയില് അവിരാമം എന്ന സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ആ ഒരു കഥ വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? കാരണം എന്ന് വെച്ചാൽ സ്ത്രീകളെ കുറിച്ച് കൂടുതൽ പറയാനുണ്ടാവും. ഈ കവികൾക്കും എഴുത്തുകാർക്കാണ് കൂടുതൽ ആ ഒരു ഫെമിനിസ്റ്റ് ചിന്താഗതിയൊക്കെ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. എന്താണ് അതിനെ കുറിച്ച് കൂടുതൽ? ഒന്നാമത്തെ കാര്യം പറഞ്ഞല്ലോ, എഴുത്ത് വൈകി വന്ന ഒരു വസന്തമാണ് ഞാൻ. അഭിരാമം എന്ന് പറയുന്നത് 40 കഴിഞ്ഞ സ്ത്രീകളുടെ കഥയാണ്. കഥ എന്ന് വെച്ചാല് ഒരു സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്ന് പറയുന്നത് ഈ മെനോപ്പസ് സമയത്ത് വല്ലാത്തൊരു ഇതാണ് അവർക്ക്. നമ്മുടെ ശരീരം ഭയങ്കര ചൂടായിരിക്കും, നമുക്ക് ദേഷ്യം വരും. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ട് ഓൾറെഡി ഞാൻ ഒരുപാട് സ്ത്രീകളോട് അഭിപ്രായം ചോദിച്ചിരുന്നു. എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിനക്കുണ്ടോ? അപ്പോൾ നമ്മുടെ ഫിലിം ആക്ട്രസ് ലെന മേഡം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കുറേ മുമ്പ്. അപ്പൊ അവരതിനെ കുറിച്ച് എവിടെയോ എഴുതിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം. അപ്പോൾ ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവരുടെ സെയിം
കണ്ടീഷൻ തന്നെയാണ്. അപ്പോൾ അവർക്ക് ഈ മെനോപ്പസിന്റെ കാര്യങ്ങളൊന്നും മെൻസസ് റിലേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആരുമായിട്ട് ഷെയർ ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. പക്ഷെ എങ്കിൽ പോലും കുറേ പേര് എൻ്റെ നല്ല ഫ്രണ്ട്സായവരൊക്കെ പറഞ്ഞു ഇതൊക്കെ. അങ്ങനെ ഈ കഥ ഞാൻ എഴുതാൻ തുടങ്ങി. കുറേ ദിവസങ്ങൾ എടുത്തിട്ടാണ് കഥ എഴുതിയത്. കുറേ ആളുടെ അഭിപ്രായം കൂടി അതിലുണ്ടായിരുന്നു. അപ്പോൾ ആ കഥ വന്നു കഴിഞ്ഞിട്ട് ഞാനത് ഗൃഹലക്ഷ്മിയിൽ വന്നിട്ട് നമ്മൾ സ്റ്റാറ്റസും ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ സമയത്ത് തന്നെ ഒരുപാട് മെസ്സേജും ഒരുപാട് കോൾസും വന്നു. അപ്പോൾ അതിൽ ഏറ്റവും എനിക്ക് ഹൃദയത്തിൽ തട്ടിയ ഒരു കോളായിരുന്നു, ഒരു മാഷിൻ്റെ കോളാണ്. മാഷെന്ന് വെച്ചാൽ റിട്ടയർഡ് അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് സംസാരിച്ചത്, ടീച്ചറെ ഇത് വീട്ടിലെ സെയിം കഥയാണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മാഷെ? അപ്പം മാഷ് പറയാം, ഞാൻ വൈഫിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാണ്. ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾക്ക് ഡോക്ടർ ക്ലാസ് എടുത്തു. അപ്പൊ ആ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോഴാണ് എനിക്ക് പിന്നെ ഈ കഥയും കൂടി വായിച്ചപ്പോൾ എനിക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റി. ഓൾറെഡി വൈഫിന് ഇതുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു കഥ തന്നെയാണ് അവിരാമം. അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സ്ത്രീകളല്ല, പുരുഷന്മാരാണ് ഇത് കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാരണം വീട്ടിൽ അവസ്ഥയാണ്. അപ്പൊ അവർക്ക് ഈ ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ഹസ്ബൻഡിന് സ്വാഭാവികമായും തോന്നും. ആ കഥയിൽ പറയുന്നുണ്ട്, ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട്, നിനക്കെന്ത് എന്നോട് ഇപ്പൊ വല്ല ഇഷ്ടക്കേടും ഉണ്ടോ? അല്ല, നിനക്ക് വല്ല ഇന്നത്തെ ഒരു ന്യൂജൻ കാലം നിനക്ക് മറ്റുള്ളവരുമായി അഫെയർ ഉണ്ടോന്ന് വരെ, എന്നെ മറന്ന് നീ മറ്റുള്ള ഒരു അഫെയറിലേക്ക് പോയോ എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത ദേഷ്യം വന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു കഥയൊക്കെയാണത്. അത് അപ്പൊ എല്ലാവരും വായനക്കാരെ ഇനി വായിക്കാത്തവരും വായിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതേപോലെ എനിക്ക് ഈ ഒരു അഭിരാമത്തിന്റെ ഇത് വന്നിട്ട് എഴുതാമാണ് MKC മീഡിയയിൽ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. MKC മീഡിയ യുവ എഴുത്തുകാരിക്കുള്ള ഒരു അവാർഡ് കൂടി കിട്ടിയിരുന്നു. പിന്നെ മറ്റൊരു കവിതയാണ്, ആദ്യമായി എഴുതിയ കവിതയാണെന്ന് തോന്നുന്നു എനിക്ക്, പഹൽഗാമിലെ ചുവപ്പ്. എന്താണ് ആ പഹൽഗാമിന് അങ്ങനെ ഒരു പഹൽഗാമിലെ ചുവപ്പ്? ആ പഹൽഗാം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണ് നിറയുന്ന ഒരു അവസ്ഥയാണ്. എന്താണ് ആ ഒരു പേര് അതിന് നൽകാൻ? പഹൽഗാമിലെ ചുവപ്പ് എന്ന് പറയുന്നത് വെച്ചാൽ, ഞാൻ രാത്രിയിൽ ഇങ്ങനെ ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രി ഒറ്റക്കാണ് ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ നോക്കുന്ന സമയത്താണ് അവരുടെ വിവാഹ വാർഷികം ആഘോഷിക്കാനാണ് അങ്ങോട്ട് പോയത്, ജമ്മുവിലേക്ക്. അപ്പോഴാണ് അവിടെ യുദ്ധം വരികയും ആ യുദ്ധത്തിൽ അവളുടെ ഹസ്ബൻഡ് നഷ്ടപ്പെടുന്നു. അപ്പൊ ആ ഒരു സീൻ എന്ന് പറയുന്നത് നമുക്ക് ആലോചിക്കാൻ കൂടി വയ്യാത്തതാണ്. അപ്പൊ അവളുടെ സിന്ദൂരം എത്ര ദിവസങ്ങൾ കൊണ്ട് ആ സിന്ദൂരം മാഞ്ഞു പോയി. അപ്പൊ ആ ദിവസം ഞാൻ ഉറങ്ങിയിട്ടേയില്ല. അതാണ് ആ കവിതയുടെ രൂപത്തിൽ വന്നത്. എന്നുവെച്ചാല് എനിക്ക് ആ കുട്ടിയുടെ മുഖം തന്നെയാണ് ചാനലിൽ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമുക്ക് അത് തന്നെയാണ് മനസ്സിൽ വരുന്നത്. ഇത്രയും ചെറിയ ഒരു കാലഘട്ടത്തിൽ അവൾക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ അവർ ഒരുമിച്ചുണ്ടായിരുന്നു. എല്ലാവരും ഒരു വാർത്തയിൽ കണ്ടതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് കണ്ണ് നനയുന്ന ഒരു അവസ്ഥയാണ് അത് എന്ന് പറയുന്നത്. അവളുടെ സിന്ദൂരമാണ്. അതേപോലെ അവിടെ മൊത്തം ബ്ലഡിൽ കുളിച്ച് കിടക്കുന്ന ഭർത്താവിന്റെ പിക്ചർ. അപ്പൊ അതില് ലാസ്റ്റ് പറയുന്നത്, ഒരു തോക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കൂടി ചെയ്യാമായിരുന്നു എന്നുള്ള ഒരു ഇത് വരുന്നുണ്ട്. അത് സങ്കടമാണ്. നമ്മുടെ ധീര ജവാന്മാർക്ക് വേണ്ടിയിട്ടും ശരിക്കും നമ്മുടെ ജവാന്മാര് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരാണല്ലോ അല്ലെ. തീർച്ചയായും. മറ്റൊരു ചോദ്യത്തിലോട്ട് കൂടെ പോവുകയാണ്. ചോദ്യമല്ല, നമ്മളിങ്ങനെ സംസാരിക്കുകയാണല്ലേ. ഹിന്ദി അധ്യാപികയാണ്. അപ്പം കുട്ടികൾ, ഇന്നത്തെ തലമുറ എനിക്ക് തോന്നുന്നു വായനയിൽ നിന്നും മാറി മൊബൈലിലാണ് ഇവർ കൂടുതലായും. ഇപ്പോൾ വായന തന്നെ മൊബൈലിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലമാണ്. ബുക്കിലെ അക്ഷരങ്ങൾക്ക് ഉറക്ക് വരും അത് വായിക്കുമ്പോൾ, അങ്ങനെയൊക്കെയാണ്. പക്ഷെ മൊബൈലിൽ നമ്മൾ എത്ര സമയം വേണമെങ്കിലും ആ ഒരു കഥ വായിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെ കുറിച്ച് പിന്നെ പറയേ വേണ്ട. അവർക്ക് ടീച്ചർ കണ്ട കുട്ടികൾ എങ്ങനെയാണ്? വായനാശീലമുള്ളവരാണോ? ടീച്ചർ വായന വളർത്തിയെടുക്കാറുണ്ടോ? വായന വളർത്തിയെടുക്കുക. ഇപ്പോഴത്തെ കുട്ടികൾക്ക് വായനാശീലം ഉണ്ടോയെന്ന് ചോദിച്ചാൽ തീരെ ഇല്ല. പക്ഷേ എങ്കിൽ കൂടി നന്നായി വായിക്കുന്ന കുട്ടികളുണ്ട്. അതായത് ഒരു 100-ൽ ഒരു 10% 10% കുട്ടികൾക്ക് ഇതിനോടൊക്കെ അഭിരുചിയുള്ള ഒരുപാട് കുട്ടികളുണ്ട്. കാരണം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു വായനശാലയുണ്ട്, ക്ലബ്ബ്. അപ്പോൾ അവിടെ വായിക്കുന്ന കുട്ടികളുണ്ട്.
പക്ഷേ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വായനാശീലം എന്ന് പറയുന്നത് വായിക്കാൻ അറിയാത്ത കുട്ടികൾ പോലും ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഒരു സമയത്ത് എന്ന് വെച്ചാൽ ഫസ്റ്റ് അക്ഷരം പഠിച്ചു അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ വീടുകളിലൂടെയാണ് നമ്മൾ അക്ഷരത്തിലേക്ക് വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾ പിന്നെ നമ്മൾ ചോദിക്കണം നമ്മളോട്, നമ്മൾ എത്രത്തോളം വായിക്കുന്നുണ്ട്. പാരൻസ് വായിക്കുന്നുണ്ടെങ്കിലേ കുട്ടികൾക്ക് വായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. വീട്ടിൽ ഇപ്പം രാവിലെ എന്നും പത്രം വായിക്കുന്ന വീടുകളുണ്ടാവാം. അപ്പോൾ അത് സ്വന്തം മോനോട് ഒന്ന് അല്ലെങ്കിൽ മോളോട് ഒന്ന് നീ ഇത് ഉറക്കെ വായിക്കുന്ന പറയേണ്ടത് പാരൻസ് ആണ്. അപ്പൊ അങ്ങനെ ഒരു ഇത് പ്രചോദനം വീട്ടിൽ നിന്ന് കുട്ടികൾക്കും കൂടി ഉണ്ടാവണം. ഇപ്പോഴത്തെ തലമുറയില് അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നവരാണ്. ഇവർക്ക് രാവിലെ സമയമില്ല. അപ്പം കുട്ടികളോട് നമുക്ക് അത് പറയാൻ പോയിട്ട് കുട്ടികളെ ഒന്ന് ശ്രദ്ധിക്കാൻ പോലും സമയമില്ലാത്ത കാലമാണ്. അത് ശരിയാണ്. പക്ഷെ കുട്ടികളെ മൊത്തത്തിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല. കാരണം നമ്മളാണ് അവരുടെ മാതൃകയാവേണ്ടത്, നമ്മളാണ്. അപ്പൊ നമ്മൾ എങ്ങനെ ചെയ്യുന്നു? ഇപ്പൊ നമുക്കറിയാം സ്വാഭാവികമായും വീട്ടിന്റെ ഒരു ഭാഗത്ത് TV നോക്കുന്ന സമയത്ത് മറ്റേ റൂമിൽ ഇരുന്നിട്ടായിരിക്കും കൊച്ചു വായിക്കുന്നത്. ഇപ്പൊ മുമ്പൊന്നും നമുക്ക് പ്രൈവസി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. നമുക്ക് എവിടെ ഇരുന്ന് ഒരു ഹോള് മാത്രമേ ഉണ്ടാവും. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് അതല്ല. കുട്ടികൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ 2 മക്കളുണ്ടെങ്കിൽ 2 മക്കൾക്കും ഓരോ റൂമും മൊബൈൽ ഫോണും എല്ലാം. അപ്പൊ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കൊടുത്താൽ, ഇപ്പം ഞാൻ തന്നെ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. ടെക്നോളജി ഒരു സിലബസിന്റെ പ്രാധാന്യത്തിനെ കുറിച്ചിട്ട് ഞാൻ എഴുതിയിരുന്നു. അത് ഓൾറെഡി പ്രസിദ്ധീകരിച്ചതാണത് ലേഖനം. അപ്പോൾ കുട്ടികൾ വായനാശീലം വളർത്തണം എന്നാണ് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയും. നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിലും സാരമില്ല, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം ഈ 3 ലാംഗ്വേജ് നമുക്ക് അത്യാവശ്യമാണ് ഇപ്പോൾ, അല്ലേ? ഈ 3 ലാംഗ്വേജ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം 10 മിനിറ്റ് വായിച്ച് അത് ഉറക്കെ തന്നെ വായിക്കണം എന്ന് ഞാൻ ആ കുട്ടികളോട് പറയാറുണ്ട്. പക്ഷെ അവർ അത്രത്തോളം കുറേ കുട്ടികൾ അത് ഫോളോ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിന്റെ ഇമ്പ്രൂവ്മെന്റും ഉണ്ടാവുന്ന. പക്ഷെ ചില കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് മലയാളമായിട്ട് ഇപ്പോൾ ഒരു ടച്ച് പോലും ഇല്ല. അപ്പൊ അവർക്കൊക്കെ മലയാളം വായിക്കാൻ, അക്ഷരം കൂട്ടി വായിക്കാൻ, നമ്മുടെ നാട്ടിലെ കുട്ടികൾ തന്നെ ആണെങ്കിലും നമുക്ക് പല കുട്ടികളെയും കാണുന്നതാണ്. ഈ ഒരു മലയാളത്തിന് ഭയങ്കര അവഗണിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. വായനാശീലം എന്തായാലും കുട്ടികൾക്ക് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇപ്പൊ നമുക്ക് വായനാ വാരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കൂളുകളിലൊക്കെ ആഘോഷിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് വായനാ വാരം എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചത് കൊണ്ട് മാത്രമായില്ല, ഈ വായന കുട്ടികൾ തുടരുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് വീട്ടിൽ നിന്നും അതേപോലെ തന്നെ അധ്യാപികമാരും ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷെ എല്ലാ പാരൻസും എന്ന് വെച്ചാൽ ഇതുപോലെ ബിസി ഷെഡ്യൂളാണ്. അപ്പൊ അവർക്കത് ശ്രദ്ധിക്കാൻ വേണ്ടി ഈ ഇംഗ്ലീഷ് മീഡിയത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ അവർ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ മലയാളം, ഹിന്ദി എന്നൊക്കെ പറയുന്ന സമയത്ത് അവർക്ക് ഇംഗ്ലീഷ് മാത്രം മതിയല്ലോ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലുള്ള കുട്ടികളും മലയാളം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈൻ അടക്കുന്ന സ്കൂള് പോലും ഉണ്ട്. അതൊരു നെഗറ്റീവ് അല്ല, പക്ഷെങ്കില് നമ്മൾ ചിന്തിക്കുമ്പോൾ, നമ്മുടെ ചിന്താഗതിയിൽ ചിന്തിക്കുമ്പോൾ വായനാശീലം വളർത്തിയെടുക്കുക എന്നുള്ളത്, വായനാശീലത്തിലുപരി നമ്മുടെ കേരളമാണ്, നമ്മൾ മലയാളം ചെറുതായിട്ടെങ്കിലും നമുക്ക് ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ മദർ ടങ്. അത് ആ ഒരു ചോദ്യം ഹിന്ദിയിലെ ആയിരുന്നില്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാനത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. കാരണം ഇപ്പൊ നമ്മുടെ എല്ലാ വികാരവും വിചാരവും എല്ലാം കൂട്ടി ഇണങ്ങി വരണമെങ്കിൽ, എല്ലാ ഭാഷയും അത്രയും ഒരു അറ്റാച്ച്മെന്റോട് കൂടി എഴുതണമെങ്കിൽ എപ്പോഴും നമുക്ക് എന്ത് തന്നെ ആവണം, നമ്മുടെ മാതൃഭാഷ തന്നെ ആവണം. അപ്പൊ പ്രേംചന്ദിന്റെ ഒരുപാട് സ്റ്റോറീസ് ഞാൻ നല്ലോണം വായിച്ചതാണ്. പ്രേംചന്ദിന്റെ പൂസിക്കി രാത്ത്, പിന്നെ കുറേ കഥകളുണ്ട്. അപ്പൊ അതൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ എഴുത്തുകൾ മൊത്തം മലയാളത്തിലാണ്. ഇനി നമ്മൾ പ്രേക്ഷകരോടാണ്. ചെറിയ കഴിവുള്ള ആളൊന്നുമല്ല നമ്മുടെ മുന്നിലിരിക്കുന്നത്. എല്ലാവർക്കും അറിയാം, മഴവിൽ മനോരമയില് മറിമായം എന്ന ഹാസ്യ പരമ്പര, അതിൽ സ്ക്രിപ്റ്റ് കൂടെ എഴുതിയിട്ടുണ്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ഒരു യുവ എഴുത്തുകാരി. നമുക്ക് അതിനെക്കുറിച്ചാവാം അടുത്ത ചോദ്യം. എങ്ങനെയായിരുന്നു ഈ ഒരു മറിമായത്തിലോട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് റൈറ്റിന്റെ എൻട്രി? എഴുതി തുടങ്ങിയല്ലോ. അപ്പൊ ഈ മറിമായ എന്ന് പറയുന്നത് ഞാൻ സ്ഥിരം ഒരു പ്രേക്ഷകയാണ്. മറിമായ നോക്കി അതെല്ലാം ചില സമയത്ത് ഞാൻ വിചാരിക്കും, ഇത് നമ്മൾ അനുഭവിച്ചതാണല്ലോ. അങ്ങനെയാണ് വാട്ടർ അതോറിറ്റിയിൽ എന്ന് പറയുമ്പോൾ നമ്മള് വെള്ളം അപ്പൊ ആ ഒരു
അത് 1 ലൈൻ എഴുതിയിട്ട് ഞാൻ ഓൾറെഡി ഉണ്ണിരാജിന് അയച്ചു കൊടുത്തു. നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയേട്ടനുണ്ടല്ലോ, അപ്പോൾ ഉണ്ണിയേട്ടന് ഞാൻ അങ്ങനെയാണ് ഉണ്ണിയേട്ടന് മൊബൈൽ ഫോൺ നമ്പറൊക്കെ സംഘടിപ്പിച്ച് ഞാൻ അയച്ചു കൊടുത്ത് ഒരാഴ്ച കഴിഞ്ഞു. ഉണ്ണിയേട്ടൻ അത് നോക്കുന്നു പോലും. ഞാൻ എപ്പോഴാ ബ്ലൂട്ടിക്ക് വരിക ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഇല്ല, വായിച്ചില്ല. പിന്നെ ഞാൻ അതിൻ്റെ താഴെ ഇതൊന്ന് വായിക്കാവോ എന്ന് ഇട്ട് കഴിഞ്ഞിട്ടും റെസ്പോൺസ് ഒന്നും ഇല്ല. പക്ഷെ പിന്നീട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചു എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനത് അയച്ചു കൊടുത്തേ. പിന്നെ ഷിഹാബുദ്ദീൻ സാറാണ് അതിൻ്റെ ശരിക്കും അതിന് ഒരുപാട് കഥകൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. കരുനാഗപ്പള്ളിയിലെ ഷിഹാബുദ്ദീൻ സാറിന് ഞാനത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആക്കിയിട്ട് അത് ഓൾറെഡി വന്നു വാട്ടർ അതോറിറ്റിയിൽ. അത് ഒരുപാട് നല്ല ഇതിൽ വന്ന എപ്പിസോഡാണ്. അത് കഴിഞ്ഞിട്ടായിട്ടും പിന്നെ എനിക്ക് തോന്നി സ്വന്തം കംപ്ലീറ്റ് ആക്കി കൊടുത്താലോ എന്നില്ലേ ആ ഒരു ഇതിലേക്ക് വന്നു. പിന്നെ ഉണ്ണിയേട്ടെന്ന് പറയുന്നത് കാസർഗോഡിന്റെ അഭിമാനമാണ്. ഞാൻ പറയല് കാസർഗോഡിന്റെ തമ്പുരാൻ എന്നൊക്കെ പറയുന്ന ചില സമയത്ത്. ശരിക്കും എനിക്ക് ഞങ്ങൾ 2 പെൺമക്കളാണ്. എനിക്കൊരു ഏട്ടനില്ല. ആ ഏട്ടന്റെ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി ഞാൻ ഇപ്പൊ സംസാരിക്കും. അന്നൊന്നും ഭയങ്കര ഡിസ്റ്റൻസ് ആയിരുന്നു. ഇപ്പൊ നല്ല ഒരു അങ്ങനെ ആ ഒരു അവസരം കിട്ടിയത് അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് മഴവിൽ മനോരമയിൽ പോവാനുള്ള ഒരു അവസരം എല്ലാവരെയും കണ്ടു. എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട ഒരു ആർട്ടിസ്റ്റുകളാണ് അവർ. ഒരു ഫാമിലിനെ പോലെയാണ് മറിമായത്തിലെ ഓരോ ടീമും. ഓരോ ആളും അവരവരെ എന്താ പറയാ, അതൊരു കുടുംബം, ഒരു എക്സ്പീരിയൻസും കൂടെയാണല്ലേ അത്. നമ്മള് അവരെ കാണുന്നു, ആ ഒരു ഇത് എന്നും ഓർത്ത് വെക്കാനുള്ള ജീവിതത്തിന്റെ നിമിഷങ്ങളാണ്. മെമ്മറീസ് തന്നെയാണ് അത്. മുഖാന്തരാണ് എനിക്ക് അവിടെ എത്താൻ വേണ്ടി പറ്റിയത്. ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു മഴവിൽ മനോരമ ചാനൽ കാണുക എന്ന് പറയാ. അവിടെ കുറച്ച് ആൾക്കാരുമായി സംസാരിക്കാൻ വേണ്ടി പറ്റി. ഒരു ദിവസം പോയി എന്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. നമ്മൾ ഒരുമിച്ചാണ് പോയത്. അപ്പൊ ആ പോക്കിനോടുകൂടി ഹസ്ബൻഡും അവരും ഭയങ്കര കമ്പനിയായിരുന്നു. ഉണ്ണിയേട്ടനും ഹസ്ബൻഡും. അപ്പൊ അവരടുത്ത് യാത്രകളൊക്കെ ചെയ്യും. അപ്പൊ അതൊക്കെ എന്തെന്ന് ഒരു ഏട്ടന്റെ ഒരു കുടുംബം തന്നെയായി. അങ്ങനെ ഞാൻ വീട്ടിൽ പോയി ഏട്ടന്റെ അമ്മേനെ പരിചയപ്പെട്ടു. നല്ല ഇതാണ് അമ്മക്ക്. അമ്മ നന്നായി സംസാരിക്കും. ഉണ്ണിയേട്ടൻ എന്ന് വീട്ടിലും ഇതേപോലെ നമ്മൾ ഈ കാണുന്ന ഒരു ഇതുണ്ടല്ലോ, അത് തന്നെയാണ്. ശരി, അപ്പൊ വിഷുവൊക്കെയാണ് നമ്മള് കഥയും കവിതയും പറഞ്ഞ് തീരില്ല. കാരണം 40ഓളം കഥകളാണ് എഴുതിയിട്ടുള്ളത്. അതിൽ എത്രയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? 24 കഥകൾ പ്രസിദ്ധീകരിച്ചു. അത് 16 കഥകൾ ഈ കനൽച്ചൂട്ടിലൂടെയും അതല്ലാത്ത കഥകൾ ഇങ്ങനെ ഇങ്ങനെ പത്രത്തിൽ മാസികകളിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലേഖനങ്ങൾ അധികം എല്ലാം വന്നിട്ടുള്ളത് പത്രത്തിൽ തന്നെയാണ്. അവിടെ ഇനിയിപ്പോൾ അടുത്ത പുസ്തകത്തിലേതാണ് ബാക്കിയുള്ള 20 കഥകൾ. 20 ഒരു 19-20 കഥകളുണ്ട്. അപ്പൊ ഇതിലെ കഥകൾ എന്ന് പറയുന്നതെല്ലാം ചെറിയ കഥകളാണ്. ഒരു 4 പേജ് 5 പേജ് ഒക്കെ ഉള്ളതാണ് ഒരു കഥ. പക്ഷെ ഇപ്പോൾ ഉള്ള കഥകളെല്ലാം ഈ അവിരാമം എന്ന് പറയുന്നത് 19 പേജുള്ള ഒരു കഥയാണ്. അതേപോലത്തെ കഥകളാണ് എല്ലാം. 14, 15 എല്ലാം വലിയ വലിയ കഥകൾ. അപ്പൊ എഴുത്ത് കുറച്ചും കൂടി നമുക്ക് ഈസിയായി തോന്നുന്നുണ്ട്. ഇപ്പം ഒരു എക്സ്പീരിയൻസ്, നമ്മുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്. ഓരോ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് എനിക്ക് ഓരോന്നും നേടാൻ വേണ്ടി പറ്റിയിട്ടുള്ളത്. ഒരു എഴുത്തുകാരി എന്നും ഒരു വായനക്കാരി കൂടിയായിരിക്കും ഞാൻ വിചാരിക്കുന്നു, അല്ലേ? തീർച്ചയായും. അപ്പം ഇതുവരെ വായിച്ച ബുക്കുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്ന് പറയുന്ന ഒരു ബുക്ക് ഏതാണ്? ഇത് ഒരു ചോദ്യമാണ്. ഒരുപാട് എഴുത്തുകാരുണ്ട്. എല്ലാ എഴുത്തുകാരുടെയും പുസ്തകങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ എല്ലാം വായിച്ചിട്ടെങ്കിൽ കൂടി MTയുടെ പുസ്തകം എനിക്ക് വളരെ ഇഷ്ടമാണ്. MTനെ കുറച്ച് മുന്നേയൊക്കെ വായിച്ചിരുന്നത് MTയുടെ പുസ്തകങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി, അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്തതാണ്. പിന്നെ ഏറ്റവും കൂടുതൽ MTയുടെ മഞ്ഞ് എന്ന് പറയുന്ന വായിച്ചിട്ടുണ്ടോ? മഞ്ഞ് ഞാൻ വായിച്ചു. പക്ഷെ എനിക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നോണ്ടാണോ എന്നറിയില്ല. അത് എന്താ വെച്ചാൽ നമുക്കുള്ളത് പ്രതീക്ഷ തന്നെയാണ് MT അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിലെ വിമല എന്ന് പറയുന്ന ക്യാരക്ടർ ഒരിക്കലും മറക്കാൻ പറ്റിയില്ല. അതേപോലെ തോണിക്കാരൻ അല്ലേ, എന്താ പക്ഷെങ്കില് MTയുടെ കഥ ഇന്നും ഒരു ലാഗ് ഫീൽ ചെയ്യാറുണ്ട് എനിക്ക്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണ്, വായിക്കാൻ ഇഷ്ടമാണ്, ഞാൻ വായിക്കും. പക്ഷെ എനിക്ക് ആ ഒരു ലാഗ് ഫീൽ ചെയ്യുന്നോണ്ട് ആ ഒരു
പിന്നെ ഞാൻ ഇപ്പൊ അടുത്ത് വായിച്ചത് PV ഷാജികുമാറിന്റെ മരണവംശം എന്നിലെ ഒരു കഥ, നോവലാണ്. അത് എന്ന് വെച്ചാല് വല്ലാത്തൊരു, അതിപ്പോ അടുത്ത സിനിമയാകുന്നു തോന്നുന്നു. വാർത്ത കണ്ടായിരുന്നോ? ഞാൻ മരണവംശം കണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, നമ്മുടെ അംബിയാസ് തമാഷിന്റെ ഒരുപാട് പുസ്തകങ്ങൾ. അതെ അതെ, കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനമായി നമ്മുടെ ബേബി മാമിനെ പോലെ ഒരുപാട് എഴുത്തുകാരുണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക് മാത്രമായിട്ടുള്ള. മാഷിന്റെ എന്മകജ എന്ന് പറയുന്ന പുസ്തകം, അത് മറക്കാൻ വേണ്ടി പറ്റില്ല. അതെ. പിന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോ ഈ ന്യൂജൻ എഴുത്തുകാരില് നമ്മുടെ നിമ്ന വിജയ്, അതുപോലെ അഖിൽ പി ധർമ്മജൻ, അവരുടെ ബുക്സ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ് ഇപ്പം. ആ ഒരു എഴുത്തിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഒന്നാമത്തെ കാര്യം, ഞാൻ അവരെ കൂടുതൽ പുസ്തകങ്ങളൊന്നും ഞാൻ വായിച്ചിട്ടില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. ഞാൻ അധികം ഈ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് എഴുത്തുകാരെ ഇങ്ങനെ വായിച്ചു. അത് വായിക്കുന്നില്ല എന്നല്ല, അത് വായിക്കണം. ഒന്നാമത് ഈ സ്കൂളിലെ കാര്യങ്ങളെ, ഇപ്പോഴത്തെ ജനറേഷൻ ഒരുപാട് എഴുത്തുകാരുണ്ട്. വെച്ചാല് നമ്മുടെ ഒന്നാമത് ഈ ഫ്രീ ടൈം കിട്ടുന്നത് വെച്ചാല് നമ്മുടെ ഒരു 50കൾക്ക് ശേഷമൊക്കെയാണ്. അതുവരെ നമ്മള് ജീവിതം എങ്ങനെ ഒന്ന് സെറ്റിലാക്കാന്നുള്ള ആ ഒരു ഇതിലാണ്. ഇപ്പൊ മക്കള്, എന്റെ കാര്യം അങ്ങനെയാണ്. 2 പെൺമക്കളായതുകൊണ്ട് തന്നെ എങ്ങനെ അവരെ ഒന്ന് സെറ്റാക്കിയിട്ട് വിടാം, അവര് നല്ല രീതിയിലായി. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ ഫ്രീ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് എഴുതാനുള്ള സമയം ഉണ്ടാവുന്നു. സ്കൂളിൽ പോവുക, ബാക്കിയുള്ള സമയം മൊത്തം എഴുത്തിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു. അപ്പൊ ഇവരെ ഒക്കെ കഥകൾ എനിക്ക് വായിക്കണം. കുറച്ച് കഥകളൊക്കെ ഞാൻ, മാധവിക്കുട്ടീനെ ഇഷ്ടമാണോ? നിർമാതളം അതൊന്നും മറക്കാൻ പറ്റില്ല. മാധവിക്കുട്ടി എന്ന് പറയുന്ന കമലാ സുരയ്യ, ആ ഒരു ലൈഫിലേക്ക് പോയതും ഒക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആത്മകഥ വായിച്ചിട്ടുണ്ടല്ലേ? കംപ്ലീറ്റ് വായിച്ചില്ല എങ്കിൽ പോലും അറിയാം. നിർമാതളം പൂത്തപ്പോഴൊന്നും എന്താ പറയാ, വായിച്ചിട്ടില്ലേ? വായിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കഥ വായിച്ചിട്ടുണ്ട്. എൻ്റെ കഥയിലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരി മാധവിക്കുട്ടിയാണ്. കാരണം വെച്ചാൽ എല്ലാം സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്, ഒന്നും മറച്ചു വെക്കാനില്ല ആ എഴുത്തുകാരിക്ക്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു ആരാധനയാണ്. പക്ഷേ ഇന്നില്ല. പക്ഷേ എപ്പോഴും മനസ്സിൽ എനിക്ക് ഓർക്കുമ്പോൾ, മാധവിക്കുട്ടീനെ ഓർക്കുമ്പോൾ എനിക്ക് കണ്ണൊക്കെ നിറയും. എനിക്ക് അത്രയും ഇഷ്ടമാണ്. ഞാൻ ഏകദേശം മാധവിക്കുട്ടീൻ്റെ എല്ലാ കഥയും വായിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ പ്രകാശൻ കരിവള്ളൂരാണ് മാഷാണ് ഇതിന്റെ എഴുതിയിട്ടുള്ളത്, ആമുഖം. ഈ കനൽച്ചൂട്ടിന്റെ ആമുഖം. ആ മാഷിന്റെയും പുസ്തകങ്ങൾ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അത് കുറച്ച് പുതിയ എഴുത്തല്ലേ? അതെ അതെ അതെ. എനിക്ക് ഞാൻ ജസ്റ്റ് ഇപ്പം മാം തന്നപ്പോൾ ജസ്റ്റ് ഒന്ന് മറച്ചു നോക്കുമ്പോൾ തന്നെ എനിക്കൊരു ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ എന്തായാലും അത് വായിക്കാൻ നിൽക്കുകയാണ്, കനൽച്ചൂട്ട്. പിന്നെ ചോദിച്ചോട്ടെ, നമ്മുടെ അമ്മയുടെ നമ്പർ എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. അതെല്ല? ഓ തീർച്ചയായും അത് വായിക്കണം, അമ്മയുടെ നമ്പർ. തീർച്ചയായും. പോലൊരു മൂടൽ മഞ്ഞിലൊരു പെൺകുട്ടി എന്ന് പറഞ്ഞ അത് ഭയങ്കര നമ്മളെ ടച്ചിങ്സ് ആയ ഒരു കഥയാണ്. മൂടൽ മഞ്ഞിലൊരു പെൺകുട്ടി, പെൺകുട്ടിയുടെ കഥയാണ്. പിന്നെ ഗൃഹലക്ഷ്മിയിൽ വന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അതും എനിക്ക് വായിക്കണം എന്നുണ്ട്. ഓരോന്നും എനിക്ക് പേര് കേൾക്കുമ്പം അത് വായിക്കണം എന്ന് തോന്നുകയാണ്. പഹൽഗ്രാമിലെ ചുവപ്പ്, അതൊക്കെ ഒന്ന് വായിക്കണം എന്ന് തോന്നുകയാണ്. കവിതയാണെങ്കിലും എനിക്ക് കവിത പൊതുവേ വായിക്കാൻ ഇഷ്ടമല്ല, പക്ഷേങ്കിൽ അത് എനിക്ക് ആ പേര് കേട്ടപ്പോൾ ഒന്ന് വായിക്കണം എന്ന് തോന്നുകയാണ്. ഓക്കെ, നമ്മൾ കുറച്ച് സാഡിലൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം വിഷുവൊക്കെയാണ്, എന്താണ് ആ വിഷുവിൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്? എന്താണ് വിഷുവിന് ഇപ്പോഴും നല്ല ഓർമ്മകളാണ്. വിഷു എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്നു, ഉടനെ അമ്മ എന്ത് ചെയ്യും, കണ്ണുകൊണ്ടി നമ്മുടെ കണ്ണനെ കാണിക്കും. അതിലെ കണിയൊക്കെ വെച്ച് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പൊ കണി കണ്ടിട്ട് ഗ്രാമത്തിലാണ്, ഞാൻ പറഞ്ഞല്ലോ ഗ്രാമപ്രദേശമാണ്. അപ്പൊ അവിടെ ഒരുപാട് തറവാട് വീടുകൾ ഉണ്ടാവും. ആ വീടുകളിലൊക്കെ നമ്മൾ കണി കാണാൻ പോകും. ആ സമയത്ത് അവിടെ നിന്ന് കിട്ടുന്ന വിഷു കൈനീട്ടം, പണ്ടത്തെ ആ ഒരു വിഷു നാണയമായിരിക്കും നമുക്ക് കിട്ടുക. എങ്കിൽ പോലും അത് നമ്മളിപ്പോ കൊടുക്കുന്നത് 500 രൂപ. അതെ അതെ. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ വിഷു ഒരു സുഖമില്ല അല്ലേ നമുക്ക്? ആ ഒരു ചെറിയ കാലത്ത് നമ്മൾക്ക് ഇപ്പൊ തോന്നും അത് നൊസ്റ്റാൾജിക് ഫീലാണ് നമുക്ക്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ രാവിലെ എണീച്ച് ടിവിയിൽ പല പ്രോഗ്രാംസ് ഉണ്ടാവും, അത് കണ്ടു. നമ്മള് എന്റെ ആ സമയം എന്ന് വെച്ചാല് നമ്മൾ ക്ലബുകളിൽ സദ്യയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിഞ്ഞ് നമ്മള് ക്ലബുകളിൽ പ്രോഗ്രാമിന് പോകും. മത്സരങ്ങളാണ്. അപ്പൊ അവിടെ മ്യൂസിക്കൽ ചെയർ ഉണ്ടാവും, കമ്പവലി ഉണ്ടാവും, മിഠായി പറക്കല്, അങ്ങനെ കുപ്പിയിൽ വെള്ളം നിറക്കുക, അങ്ങനെ ഒരുപാട് കളികൾ ഉണ്ടാവും. നമുക്ക് കിട്ടുന്ന ചെറിയൊരു ഗ്ലാസ് ആയിരിക്കും സമ്മാനം, അതല്ലെങ്കിൽ ഒരു സോപ്പിന്റെ പെട്ടി. ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നും ആയിരിക്കില്ല.
പക്ഷെ അതൊക്കെയാണ് വിഷു എന്ന് പറയുന്നത് എപ്പോഴും ഉം. പഴയ വിഷു തന്നെയാണ്. ഇപ്പൊ വിഷു ഉണ്ട്, പക്ഷെ അതൊക്കെ ഒരു എന്താ പറയാ റെഡിമെയ്ഡിലേക്ക് പോയോ. അതെ, അതെ, തീർച്ചയായും. രാവിലെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നു, നല്ല അതെ, ഫുഡൊക്കെ അതെ. ഉണ്ടാക്കുന്നു, കണി കാണുന്നു, എല്ലാം ഓക്കെ. പക്ഷെ അത് നമ്മളൊരു 3 മണിക്കൊക്കെയാണ് വിഷു കാണുന്നത്. അതൊരു നിയമം പോലെ ആക്കി മാറ്റുകയാണ്. നമ്മൾ ആ പണ്ട് ചെയ്ത ചിട്ടയാണ്, അത് ഇപ്പോഴും നമ്മൾ ചെയ്യുന്നു അത്രമാത്രം. പക്ഷെ ആ വിഷുക്കണിന്നൊക്കെ ഇപ്പൊ ഞാന് ഈ വിഷുവിനെ കുറിച്ചിട്ട് നാളെ ഞാൻ വരുമായിരിക്കും പത്രത്തില് അതെല്ലേ? കേട്ടിട്ടുണ്ട്. ഓ. വിഷു റിലേറ്റഡ് വിഷുവിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ. അപ്പൊ നമ്മള് ഫാമിലിനെ കുറിച്ചൊന്നും ചോദിച്ചില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? നമുക്ക് കാഷ്വൽ ടോക്ക് ആവാം. വീട്ടില് ഇപ്പൊ പ്രസന്റ്ലി ഹസ്ബൻഡും മോളും ഞാനുമാണ് ഇപ്പൊ ഉള്ളത്. വീട്ടില് ഒരു മോള് ഗൾഫിലാണ്, അവൾ അവിടെ വർക്ക് ചെയ്യുന്നു. അവൾ ഓൾറെഡി മാരീഡ് ആണ്. അതെല്ലേ? അവരവിടെ വർക്ക് ചെയ്യുന്നു, സുഖമായി കഴിയുന്നു. അതെല്ലേ? ചെറിയ മോൾ ഇപ്പോൾ ഹൈദരാബാദിലായിരുന്നു ഇതുവരെ. MSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ വെക്കേഷൻ കഴിഞ്ഞ ഉടനെ അവൾ പോകും. വെക്കേഷൻ ഉണ്ടാവില്ല, ഈ വിഷു കൂടാനായിട്ട് നിൽക്കുന്നത്, വെയിറ്റ് ചെയ്യുന്നത്. അതെല്ലേ? ഓക്കെ. അപ്പം ഈ വിഷു എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഈ ഇത്രയും പ്രായത്തില് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വിഷു എന്തായാലും ഉണ്ടാവുമല്ലോ. ഏതെങ്കിലും ഒരു വിഷു നമുക്ക് എടുത്ത് പറയേണ്ടതുണ്ടാവുമല്ലോ. എടുത്തു പറയേണ്ട ഒരു വിഷു ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നു വിഷു. അപ്പൊ ഞാനും എന്റെ മോള് മാത്രമേ വീട്ടിലുള്ളൂ. 2 പേരും ഉണ്ട്, ഹസ്ബൻഡ് വീട്ടിലില്ല. രാവിലെ നല്ല ചൂടല്ലേ സമയത്ത്. ആ സമയത്ത് നമുക്ക് ഇങ്ങനെ AC അങ്ങനെയൊന്നുമില്ല. ജനല് തുറന്നിട്ടായിരുന്നു കിടന്നത്. അപ്പൊ ജനലിന്റെ സൈഡ് ഒരു ടേബിൾ ഉണ്ടായിരുന്നു. ആ ടേബിൾ രാവിലെ എഴുന്നേറ്റ് നോക്കുന്നത് അവിടെ ഒരാളിങ്ങനെ നിൽക്കുന്നു, പാമ്പ്. ആ വിഷു എനിക്ക് മറക്കാൻ വേണ്ടി പറ്റൂല. കാരണം എന്ന് വെച്ചാല് ഇത് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥ. ഈ വിഷുവിനെ നമുക്ക് അടുത്ത വീട്ടുകാരെ വിളിക്കാൻ വേണ്ടി പറ്റൂല, അവരെ ഇത് കണി കാണിക്കാൻ വേണ്ടി പറ്റൂല്ലോ. ആ ടേബിളിന് എന്താ വെച്ചാൽ നമ്മുടെ തുണിയില് ഒരു വിരിപ്പായിരുന്നു വിരിച്ചിട്ടുണ്ടായിരുന്നു. അതില് സാധനങ്ങൾ ഒന്നും മാറ്റാൻ നിന്നിട്ടില്ല. 4 സൈഡും പിടിച്ചു നേരെ ഇങ്ങനെ കൂട്ടിയിട്ട് മക്കളെ പോലും, മക്കളാണെങ്കിൽ പേടിച്ച ഒരു സൈഡ് ഇങ്ങനെ നിൽക്കുന്നത് വലിച്ചു മുറ്റത്തോട്ടിട്ടു. അങ്ങനെ അത് പോയി. അതെന്റെ മറക്കാൻ പറ്റാത്ത ഞാൻ മറക്കാൻ പറ്റാത്തെന്ന് ഉദ്ദേശിച്ച തീർത്തും വ്യത്യസ്തമായ ഒരു സ്റ്റോറിയാണ്. അതന്നെ ഇതിൽ പറയുന്നല്ലോ. ഓക്കെ. അപ്പൊ നമ്മള് കുറേ പറയാനുണ്ടായിരുന്നു അല്ലേ? നമുക്ക് കഥയൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ നമുക്ക് കുറേ കഥയൊക്കെ പറയാനുണ്ടായിരുന്നു. അപ്പൊ ചുരുങ്ങിയ സമയം മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ന് നമ്മുടെ ഈ സ്പെഷ്യൽ എനിക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കാഷ്വൽ ആയിട്ട് സംസാരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്കിന്ന് നമ്മുടെ അതിഥി വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നല്ലൊരു അതിഥിയാണ് നമുക്ക് പ്രേക്ഷകർക്കും അതുപോലെ തന്നെ എനിക്കും ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും വിഷുദിനാശംസകൾ നേരുകയാണ്. നമ്മുടെ ഗസ്റ്റിന് എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, എൻ്റെ അടുത്ത ബുക്ക് ഇറങ്ങാൻ പോകുന്നു. അത് മാൻക്ലീൻ പബ്ലിക്കേഷൻസ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഒരു തിരക്കിലാണ് ഞാനിപ്പം. ആ ബുക്ക് ഇനി അവർ എഗ്രിമെൻ്റ് സൈൻ ചെയ്തു. പിന്നെ അതിൻ്റെ ആമുഖം എഴുതുന്നത് അംബികാസുധ മാഷാണ്. അപ്പം മാഷിനോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ മാഷിൻ്റെ അടുത്ത് ഇപ്പോൾ എല്ലാ കഥകളും ഞാൻ അവിടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാഷ് അത് കിട്ടിയ ഉടനെ ഞാൻ അങ്ങോട്ട് കൊടുക്കും. അത് നിങ്ങളെല്ലാവരും, പ്രേക്ഷകരെല്ലാവരും സ്വീകരിക്കുക. നിഴൽ നടന്ന വഴി എന്നാണ് ഞാൻ ഇതിലതിൻ്റെ പേര് ഫസ്റ്റ് തന്നെ റിവീൽ ചെയ്യാണ്. നിഴൽ നടന്ന വഴി, അതാണ് ബുക്കിൻ്റെ പേര്. പിന്നെ എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളോടാണ് പറയാനുള്ളത്, ഇങ്ങനെ ഒരു അവസരം തന്നതിനും സിറ്റി ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഒരു നല്ല വിഷു ആശംസിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 2 പേരുടെയും വിഷുദിനാശംസകൾ നേർന്നുകൊണ്ടാണ് ഇന്നത്തെ അതിഥി എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം.